ശ്രീ പ്രിന്റു മഹാദേവ്, ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിട്ടുള്ള ഈ അന്തഛിദ്രം ഒരുപക്ഷെ കോൺഗ്രസ് വലിയ ഗൗരവത്തിലെടുക്കുന്നില്ല. കോൺഗ്രസ് പറയുന്നത് മമതാ ബാനർജിയുമായി വളരെ നല്ല ബന്ധത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ്. കോൺഗ്രസ് വേണമെന്നാവശ്യപ്പെടുന്നത് 6, തൃണമൂൽ നൽകുമെന്ന് പറയുന്നത് 2. ഇതിൽ ഒരു മധ്യ ഭാഗത്തേക്ക് എത്താൻ ഇരു പാർട്ടികൾക്കും കഴിഞ്ഞാൽ 42 സീറ്റുള്ള ബംഗാളിലെ കാര്യങ്ങൾ കുറച്ചുകൂടി സമാധാനപരവും സുഗമവുമായി മുന്നോട്ട് പോകും. അതിനുള്ള സാധ്യത എത്രത്തോളമാണെന്നാണ് BJP കാണുന്നത്? BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന പ്രഹസന മുന്നണി, നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ കേൾക്കാറുണ്ട്, ഈ മുന്നണിയുടെ മുന്നണി സംവിധാനങ്ങൾക്കൊക്കെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ ഉണ്ടായിരുന്നു ഈ മുന്നണി സംവിധാനമൊക്കെ രൂപം കൊള്ളുന്ന സമയത്ത് ഈ ഭാരതത്തിൽ. പക്ഷേ ഇന്ന് ഹിന്ദി മോദി വിരോധം കൊണ്ട് ഒരു മുന്നണി സംവിധാനം രൂപം കൊള്ളുന്നു. ആ മുന്നണി സംവിധാനത്തെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ സഖ്യം, ഈ രാജ്യത്ത് ജനം ഈ സഖ്യത്തിന് കൊടുത്തിട്ടുള്ള മറുപടി നമുക്കറിയാം. ഈ സഖ്യം വലിയൊരു പരാജയമായിരുന്നു. അങ്ങനെ പരാജയപ്പെട്ട ഒരു മുന്നണി സംവിധാനം വീണ്ടും ഈ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഗൗരവത്തോടു കൂടി കാണുന്നില്ല. ശരി, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ജി ദേവരാജൻ, ഫോ ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി. ശ്രീ ജി ദേവരാജൻ, ഫോ ബ്ലോക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു ബംഗാളിൽ. അവിടെ കോൺഗ്രസുമായി ഒരു സഖ്യസാധ്യത പരിശോധിക്കുന്നുണ്ട് മമതാ ബാനർജി. അങ്ങനെ വരികയാണ് എങ്കിൽ, കോൺഗ്രസും മമതാ ബാനർജിയും യോജിച്ച് നിൽക്കുകയാണെങ്കിൽ കുറേയധികം സീറ്റുകൾ കൂടുതലായി, പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് ഇപ്പോൾ മതേതര വോട്ടുകൾ, അതായത് മുസ്ലിം വോട്ടുകൾ കുറെ കൂടി കൂടുതലായി വന്നു ചേരാനുള്ള സാധ്യത മമതാ ബാനർജി കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും മമതാ ബാനർജി കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടിയെ കൂടി അവിടുത്തെ സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സാധ്യത വളരെ ദുർബലമാവുകയും ചെയ്യും. ആദ്യം നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ സാധ്യത പിന്നീട് നമുക്ക് വരാം. ആദ്യം നമുക്ക് ഈ മമതയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യ സാധ്യത ഇനി എത്രയാണ്? 2 മമത കൊടുക്കാമെന്ന് പറയുന്നു, കോൺഗ്രസ് 6 ചോദിക്കുന്നു. ശ്രീ ദേവരാജൻ, കേൾക്കാമോ? പറഞ്ഞോളൂ സാർ, കേൾക്കാം. പ്രധാനപ്പെട്ട പാർട്ടി ആയിരുന്നു എന്നുള്ളതല്ല, ഇപ്പോഴും ബംഗാളിൽ പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ്. ആയിക്കോട്ടെ. MLA ഇതിന് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, കോൺഗ്രസുമായിട്ടുള്ള ധാരണയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗാളിൽ ചർച്ച നടക്കുന്നുണ്ട്. മമതാ ബാനർജിയുടെ പാർട്ടിയുമായിട്ടുള്ള കോൺഗ്രസ് ബന്ധം. അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് താല്പര്യമുള്ള വിഷയമാണെങ്കിലും ബംഗാളിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മമതാ ബാനർജിയുമായി ഒത്തുപോകുന്നതിന് താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. ബംഗാൾ PCC പ്രസിഡന്റ് ശ്രീ അധീർ ചൗധരി ഒക്കെ തന്നെ അതിനെ പരസ്യമായി തന്നെ എതിർക്കുകയും ചെയ്തു. You are watching Reporter Evening Show.